ചെമ്പനീർ പൂ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. രവി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ അമ്മയ്ക്ക് നിന്നോട് ഒരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്, പാവം അവൾ ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മ നിനക്ക് പൈസ തരും, നീ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് അമ്മ ഇങ്ങോട്ട് നിനക്ക് പൈസ തരും, ഇങ്ങനെ തന്നെ നിന്നോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടാ ഞാൻ ഇങ്ങനെ തന്നെ നിന്നാൽ അമ്മ എനിക്ക് പൈസ തരുമല്ലോ എന്നിങ്ങനെ ഓർത്ത് നിൽക്കുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ അച്ചമ്മ അരിയിലെ കല്ലിങ്ങനെ പിറക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊഞ്ഞലും കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ നിന്നിട്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ ഇത് എന്താ ചെയ്യുന്നത്, ഞാനിവിടെ ഉണ്ടാവുമ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കണ്ണിന് ഒരു പ്രശ്നവുമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, അമ്മ ഇങ്ങ് താ എന്ന് പറഞ്ഞാൽ മുറ ഇങ്ങ് വാങ്ങിച്ചിട്ട് അതിലെ കല്ലൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. കല്ലല്ല, അരിയാണ് എടുത്ത് എറിയുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടുന്ന് രവിയും സച്ചിയും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കല്ല് പെറുക്കാനാണ്, അതിൽ അരി എടുത്ത് കളയാനല്ല എന്ന് പറയുന്നുണ്ട്. എനിക്കതൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഞാനിപ്പോൾ കാണുന്നത്, എന്തൊക്കെ കാണണം ഞാൻ, എന്നാലും അമ്മയുടെ ഒരു മാറ്റം, എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താടാ ഈ പണിയൊക്കെ ചെയ്തൂടെ എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് രേവതി വരികയാണ്. രേവതി അച്ചമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ചമ്മയെ ഞാനവിടെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അച്ചമ്മ കറി വെക്കണോ അതോ ഞാൻ കറി വെക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ കറി വെച്ചോളാം, ഞാൻ വെച്ചോളാം ഇന്നത്തെ മീൻകറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞെട്ടാണ്. മീൻകറി വെക്കുക, നിനക്കതിന് മീൻകറി വെക്കാൻ അറിയോ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് മീൻകറി വെക്കുമെന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ ഇന്നിപ്പോൾ എല്ലാവർക്കും മീൻകറി കൂട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് അതിന് ഇവിടുത്തെ അടുക്കള എവിടെയെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാടാ, ഞാൻ വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അമ്മ. അങ്ങനെ ഞാനും വഴക്കിടാൻ നിൽക്കണ്ട, അവൾ വെച്ചോളും കറി എന്ന് പറഞ്ഞ് അച്ഛൻ മുള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ പോയിട്ട് കറി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ അവിടെ അല്ല അടുക്കള ഇവിടെയാണെന്ന് പറയുന്നുണ്ട്. ഓ അതൊക്കെ എനിക്കറിയാം, ഞാൻ പോയി വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയും അതുപോലെ രേവതിയും കൂടെ പോകുന്നുണ്ട് അടുക്കളയായിട്ട്. അങ്ങനെ സച്ചി രവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്തൊക്കെയോ ഉണ്ട്, എന്താന്ന് പറ അച്ഛാന്ന് പറയുന്നുണ്ട്. ഒന്ന് പോയേടാ എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണ്. അങ്ങനെ അച്ഛമ്മോടും ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കുക സച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ള യുദ്ധം അടുക്കളയിലാണ്. അടുക്കളയിൽ കയറിയിട്ട് ചുറ്റും നോക്കുന്നുണ്ട് ചന്ദ്ര, അടിയിലും കിടന്നും ഇരുന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ തിരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ തിരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഗ്യാസ് എവിടെയാന്ന് നോക്കുകയാണ്, ഗ്യാസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഗ്യാസ് ഒന്നുമില്ല, എല്ലാം ഇതാ ഈ അടുപ്പിലാണ് ചെയ്യുന്നത്. അയ്യോ ഇവിടെ അടുപ്പില്ലേ, ഗ്യാസ് ഇല്ലാതെ എങ്ങനെ ഞാൻ ഭക്ഷണം പാകം ചെയ്യും, എനിക്ക് പറ്റില്ല കേട്ടോ വിറകിലൊന്നും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അമ്മ വിറക് കൊണ്ടുവന്ന് കത്തിച്ചിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യാറ് എന്ന് പറയാണ്. എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പം നമ്മൾ അച്ചമ്മ കയറി വരുന്നുണ്ട്. അപ്പം പറയുന്നത്, നിനക്ക് വയ്യെങ്കിൽ ഞങ്ങൾ വെച്ചോളാം, നീ പൊക്കോ, ഞാനും രേവതിയും കൂടെ കറിയൊക്കെ വെച്ചോളാം, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ വെച്ചോളാം, ഞാൻ വിറക് കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. എവിടെ വിറക്, ഞാൻ വിറക് പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര പോവാണ്. അപ്പം നമ്മുടെ അച്ഛമ്മ രേവതിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഈ വീട് മൊത്തം അവൾ കത്തിക്കും, അപ്പം നീ ഇവിടെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അവിടുന്ന് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വിറകായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ സമയം കറി വെക്കാനുള്ളതൊക്കെ ചട്ടിയൊക്കെ രേവതി അടുപ്പിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വിറക് ഒന്നാകെ കൊണ്ടുപോയി അടുപ്പിൽ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയല്ല, കുറച്ചായിട്ട് വെക്കണം, കുറച്ച് കത്തിച്ച് വെക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, നീ എന്ന് മാറി നിന്നേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തീപ്പെട്ടി വരുന്നുണ്ട്, തീപ്പെട്ടി വരുത്താൻ പറ്റുന്നില്ല, കത്തുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ലൈറ്റർ ഉണ്ടോ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്ററൊന്നുമില്ല അമ്മയെ, ഈ തീപ്പെട്ടി വെച്ചിട്ട് തന്നെ കത്തിക്കാറെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്ററും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ തീ കൊളുത്തി പതിയെ കത്തിക്കുന്നുണ്ട്. അങ്ങനെ കൊളുത്തിയിട്ട് നേരെ അടുപ്പിലോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കത്തുന്നില്ല. ഇതെന്താടാ കത്താത്തേ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അത് ഊതിക്കൊടുക്കണം അമ്മയെന്ന് പറയുന്നുണ്ട്. ഊതിക്കൊടുക്കും വേണോ ഇനി. അങ്ങനെ ചന്ദ്ര ഊതി ചുമച്ചും കണ്ണിന്ന് വെള്ളം വന്നും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം തീയൊക്കെ കത്തിപ്പിടിച്ചു. അപ്പോൾ കത്തിപ്പിടിച്ച സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊരു ചൂടാണ് ഇവിടെ, തീനൊക്കെ എന്താ ചൂട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, തണുത്ത തീയൊന്നും അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. രേവതി ഒന്ന് കളിയാക്കിയതാണ്. അങ്ങനെ ചന്ദ്ര അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാണ്ട് കത്താണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കത്താൻ ഇത് ബിരിയാണി ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, തീ ഒന്ന് കുറയ്ക്കമ്മയെന്ന് പറയുന്നുണ്ട്. തീ കുറയ്ക്കാൻ എന്താ, ഇത് ഗ്യാസ് ആണോ, ഇതെങ്ങനെ തീ കുറയ്ക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അത് അമ്മ കുറച്ച് വിറകെടുത്ത് മാറ്റി വെച്ചാൽ മതി, അപ്പോൾ ചെറുതായി കത്തു എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട് പൈപ്പ് തുറന്നിട്ട്. എന്നിട്ട് നേരെ അടുപ്പിലോട്ട് ഒറ്റ ഒഴിക്കൽ. അങ്ങനെ അടുപ്പ് ഒന്നാകെ കെട്ടുപോയി. എന്താ അമ്മയെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
ഞാൻ തീ കുറച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. ഞാൻ തന്നെ കത്തിച്ച് ഇനി വെച്ചോളാം, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അയ്യോ വേണ്ട അമ്മേ, ഞാൻ തന്നെ ചെയ്തോളാം, അമ്മ പൊക്കോ. ഇനിയും ഞാനിവിടെ കത്തിച്ച് അമ്മയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ വീട് ഒന്നാകെ കത്തിപ്പോ, അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ രേവതിയോട് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ കറി നീ വെക്കുന്നതൊക്കെ കൊള്ളാം, ഞാൻ വെച്ചു എന്ന് വേണം കേട്ടോ അമ്മയുടെ അടുത്ത് പറയാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. പിന്നെ അമ്മ എപ്പോഴെങ്കിലും ഒന്ന് അടുക്കളയിൽ കയറിയിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല അമ്മേ, അമ്മ കറിയിൽ ഉപ്പിട്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഉപ്പിട്ടിരുന്നു, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും അമ്മ ഒന്ന് അടുക്കളയിൽ കയറണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നീ എപ്പോഴും ഇവിടെ ആവുമെന്ന് വിചാരിക്കണ്ട കേട്ടോ, നീ എൻ്റെ അടുത്തോട്ട് വരും, അപ്പം ഞാൻ ഇതിനുള്ളത് പകരം ഞാൻ വീട്ടിൽ തരണ്ടേ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി വരികയാണ്. ശ്രുതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതിയേട്ടാ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിനൊന്നും പോയില്ല, അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ എന്താ പഠിച്ചതൊക്കെ മറന്നോ അതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, അവിടെ 3 പേരും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് പെൺപിള്ളേരാണ്, അതുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തില്ല. അയ്യോ അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മീര ചോദിക്കുന്നുണ്ട്, അതെന്തേ പെൺകുട്ടികൾ ഇൻ്റർവ്യൂ ചെയ്യുന്നിടത്ത് ജോലി ചെയ്യില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതല്ല, അവർക്കൊക്കെ ഭയങ്കര ജാടയാണ്, പിന്നെ എനിക്ക് സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ കീഴിൽ ആരും ജോലി ചെയ്യാൻ പാടില്ല എന്നാണോ സുധിയേട്ടൻ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയല്ലേ, നീ നല്ലൊരു സ്ത്രീയാണ്, അതെനിക്ക് പ്രശ്നമില്ല എന്ന് പറയാണ് ശ്രുതി. അതുപോലെ തന്നെ അല്ലേ, എന്തായാലും സുധിയേട്ടന് ഞാൻ വേറൊരു കമ്പനിയിലൊരു ജോലി നോക്കുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് എന്തായാലും പോകണമെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ശ്രുതി പെണ്ണുങ്ങൾ MD ആയിട്ടുള്ളിടത്തൊന്നും ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ MD ദുബായിലാണ്, എന്തായാലും ഇൻ്റർവ്യൂവിൽ പോകണമെന്ന് ശ്രുതി പറയാണ്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം മീര പറയുന്നുണ്ട്, നിനക്കൊട്ടും ചേരുന്നില്ല ഇയാൾക്ക് ജോലിക്ക് പോകാൻ മടിയാണ്, നീ ഇയാളെ വെച്ച് കുടുങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇല്ല മീര, എനിക്ക് കുഴപ്പമില്ല, എന്നെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്, എനിക്ക് ശ്രുതിയേട്ടനിൽ നിന്ന് സ്നേഹവും ലാളനയും ഒക്കെ കിട്ടുന്നുണ്ട്, അത് മതി എനിക്ക് എന്ന് പറയാണ് ശ്രുതി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മ പുറത്തിരുന്ന് ഇങ്ങനെ കാല് തിരുമ്പുന്നുണ്ട്, വേദന കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് രേവതി വരികയാണ്. രേവതി വന്നിട്ട് രേവതി അച്ഛമ്മ ഞാൻ കാല് പിടിച്ചു തരാമെന്ന് പറഞ്ഞ് കാല് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങോട്ടേക്ക് സച്ചിയും വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മ എന്നാലും അമ്മ എന്തിനാ വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ, എന്തായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതുവരെ സച്ചിയേട്ടൻ അത് വിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കടാ, അവൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ് അച്ഛമ്മ. എന്നാൽ ഇതേ സമയം രവിയും ചന്ദ്രയും ബാക്കിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, കണ്ടോ അവൾ കാല് പിടിച്ച് മസാജ് ചെയ്യുന്നത് കണ്ടോ, നീയും പോയി ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര നേരെ അമ്മയ്ക്ക് എന്താ വയ്യായ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് കാല് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അച്ഛമ്മ, ഈ കാലിനല്ല എനിക്ക് വേദന, അപ്പുറത്തെ കാലിനാണ്, അത് രേവതി ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. ഈ കാലിന് വരാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്താ കാണണേ, ആദ്യമായിട്ടായിരിക്കും അച്ഛമ്മയുടെ കാല് പിടിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അല്ലടാ കല്യാണത്തിൻ്റെ അന്നും ചന്ദ്ര അമ്മയുടെ കാല് പിടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മ രവിയോട് ചോദിക്കുന്നുണ്ട്, എടാ സുധിയുടെ കല്യാണമല്ലേ, നിൻ്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അമ്മേ ആവശ്യത്തിനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ അമ്പലത്തിൽ വെച്ചിട്ടല്ലേ താലികെട്ട്, വലിയ ചിലവൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ളത് തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, ഓ പിന്നെ അവൻ്റെ കല്യാണം നടത്തണമെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസ വേണം, അപ്പം തന്നെ അച്ഛൻ്റെ പൈസ കൊണ്ടുപോയിട്ട് അവൻ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കല്യാണ ചിലവിലുള്ള പൈസ ഉണ്ടെങ്കിലും അമ്മയെ ശ്രുതിക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ, അതിന് അമ്മ എന്തെങ്കിലുമൊക്കെ തരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് നിങ്ങളുടെ സ്വഭാവമൊക്കെ കറക്റ്റായിട്ട് അറിയാം, അതുകൊണ്ട് അച്ഛമ്മ പൈസ തരില്ല എന്ന് പറയുന്നുണ്ട്. അതല്ല അമ്മ പേരക്കുട്ടിയുടെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അത് തന്നാൽ മതിയെന്ന് പറയാണ്. അതെ അച്ഛമ്മയുടെ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, സച്ചി നീ ഇതിൽ ഇടപെടണ്ട, നിനക്ക് വേണ്ട പൈസ ഞാൻ തരാം എന്ന് നമ്മുടെ ചന്ദ്രയോട് അച്ഛമ്മ പറയണേ. ഇത് കേട്ട് സന്തോഷത്തോടെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചന്ദ്ര. എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സച്ചിയെയും കാണിക്കുന്നു. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ടാറ്റാ.